ഹലോ ഫ്രണ്ട്സ്, വിദ്യുത് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന ടോപ്പിക്ക് ഒരു പക്ഷേ +2 സയൻസ് വിദ്യാർത്ഥികൾക്കും അതേപോലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എസ്പെഷ്യലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, അതേപോലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് നോക്കാം. ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നൊരു ടോപ്പോളജിയാണ്. അപ്പോൾ എന്താണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ അപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ റെസിസ്റ്റൻസിന്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലോ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ലോ റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് വരുന്നത് 0 to 1 ohm ആണ്. ഓക്കെ, 0 to 1 ohm ആണ് ലോ റെസിസ്റ്റൻസിൻ്റെ റേഞ്ച് വരുന്നത്. ദെൻ 1 ohm to 0.1 mega ohm അതാണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, 1 ohm to 0.1 mega ohm. നെക്സ്റ്റ് വരുന്നത് ഗ്രേറ്റർ ദാൻ 0.1 mega ohm. ഗ്രേറ്റർ ദാൻ 0.1 mega ohm ആണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ വാല്യൂ 3 ടൈപ്പായിട്ട് റെസിസ്റ്റൻസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോ റെസിസ്റ്റൻസ്. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 to 1 ohm. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ohm to 0.1 mega ohm. ദെൻ ഗ്രേറ്റർ ദാൻ 0.1 mega ohm വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പം നമ്മുടെ ഈ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മീഡിയം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അതായത് 1 ohm മുതൽ 0.1 mega ohm വരെയുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ പേര് വരാനുള്ള കാരണം അത് ഇൻവെൻറ്റ് ചെയ്ത സയൻറ്റിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നെയിം വന്നിട്ടുള്ളത്. ആക്ച്വലി ഈ ബ്രിഡ്ജ് സർക്യൂട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് വീറ്റ്സ്റ്റോൺ അല്ല, അത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് സാമുവൽ ഹണ്ടർ ക്രിസ്റ്റി എന്നുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, അദ്ദേഹമാണ് ഇനീഷ്യലി അത് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ പിന്നീട് അത് ഇംപ്രൂവ് ചെയ്യുകയും പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തത് ചാൾസ് വീറ്റ്സ്റ്റോൺ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ആ ചാൾസ് വീറ്റ്സ്റ്റോണിൻ്റെ പേരിലാണ് ഈ ഒരു സർക്യൂട്ട് പിന്നീട് അറിയപ്പെടുന്നത്. അതാണ് ഈ ഒരു സർക്യൂട്ടിന് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പേര് വരാനുള്ള കാരണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താണ് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 4 റെസിസ്റ്റർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 4 റെസിസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് കാണാം. അപ്പോൾ ബ്രിഡ്ജ് സർക്യൂട്ടിൽ ടോട്ടൽ 4 റെസിസ്റ്റൻസ് നമുക്ക് കാണാം. P, Q, R ആൻഡ് S അല്ലേ? P, Q, R ആൻഡ് S എന്നുള്ള 4 റെസിസ്റ്റൻസ് കാണാം. ഇതിൽ ഞാൻ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മാത്രം ഒരു ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി അൺനോൺ റെസിസ്റ്റൻസ്. അതിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. ബാക്കി 3 റെസിസ്റ്റൻസ് P, Q, S ഇതിൻ്റെ വാല്യൂസ് നോൺ വാല്യൂസ് ആണ്, നമുക്കറിയാൻ പറ്റും ഈ വാല്യൂസ്. ദെൻ S എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത, അത് വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ സിമ്പിൾ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. S ഈസ് എ വാരിയബിൾ റെസിസ്റ്റൻസ്. ഓക്കെ, S ഈസ് എ വാരിയബിൾ റെസിസ്റ്റൻസ്. ദെൻ അനദർ കമ്പോണൻറ്റ് ഈസ് ഗാൽവനോമീറ്റർ. നിങ്ങൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ BD എന്നുള്ള പോയിൻറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് കാണാം. ഗാൽവനോമീറ്റർ എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ ഫങ്ഷൻ അത് ആക്ച്വലി കറണ്ട് സെൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്, അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. ഓക്കെ, കറണ്ട് സെൻസ് ചെയ്യാൻ, അതായത് കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സെൻസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ, RG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. RG ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. IG ഈസ് ദ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്ററിലെ ഇൻഡിക്കേഷൻ നോക്കിയാൽ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെൻസ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, ഡിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് IG ഈസ് ഈക്വൽ ടു 0, കറണ്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം 4 ആംസ്, നമ്മൾ 4 ആംസ് അല്ലെങ്കിൽ 4 സൈഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം 4 സൈഡിലാക്കിയിട്ട് നമ്മൾ 4 റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ S എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് R എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് R എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ടോട്ടൽ ഈ ഒരു സർക്യൂട്ട് നമ്മളൊരു DC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് ആണ് V എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടാവും. ടോട്ടൽ സർക്യൂട്ട് നമ്മളൊരു DC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ആ സോഴ്സിന് ഡ്രോ ചെയ്യുന്ന കറണ്ടാണ് I, അതായത് ടോട്ടൽ സോഴ്സ് കറണ്ട് എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ അത് A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പം I1 ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫിഗറിൽ കാണുന്നത് പോലെ I1 ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കറണ്ട് ത്രൂ Q ഈസ് മാർക്ക്ഡ് ആസ് I3 ആൻഡ് കറണ്ട് ത്രൂ S ഈസ് മാർക്ക്ഡ് ആസ് I4. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം PQRS 4 റെസിസ്റ്റൻസ് കാണാം. നമുക്ക് R എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഈ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. അതായത് എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഈ ഒരു ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ബാലൻസിങ് കണ്ടീഷനിലാണ്. ബാലൻസിങ് കണ്ടീഷൻ. അപ്പം അറ്റ് ദ പോയിന്റ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ് കണ്ടീഷനിൽ ഗാൽവനോമീറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് ബാലൻസ്. ഓക്കെ, ആ ഒരു സർക്യൂട്ട് ബാലൻസ് ആവുന്ന സമയത്ത് ആ ഒരു ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് എന്താവില്ല, ഫ്ലോ ചെയ്യില്ല. ഓക്കെ, അപ്പം നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പം നൾ ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോയിൻറ്റ്സ് B ആൻഡ് Dൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് ആ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? അവിടെ പോയിൻറ്റ്സ് B ആൻഡ് D തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നമുക്കറിയാം കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, അല്ലേ? ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് എന്ത് ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പം ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പോയിന്റ് ബിയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഡിയിലെ പൊട്ടൻഷ്യലും എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? പോയിന്റ് ബിയിലെ പൊട്ടൻഷ്യലും പോയിന്റ് ഡിയിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കിർച്ചോഫ്സ് ലോസ്. കിർച്ചോഫ്സ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിർച്ചോഫ്സ് കറണ്ട് ലോയും ഉണ്ട്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും ഉണ്ട്. അപ്പം ഇലക്ട്രിസിറ്റിയിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ലോ ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോയും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും. അപ്പോൾ ഈ 2 ലോയും യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ വർക്കിംഗ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്നുള്ളത് ഫസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. അപ്പോൾ കിർച്ചോഫ്സ് കറണ്ട് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സർക്യൂട്ടിലെ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് പറയും. അവിടെയാണ് നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുന്നത്. കിർച്ചോഫ്സ് കറണ്ട് ലോ നമ്മൾ ഷോർട്ടായിട്ട് KCL എന്നും പറയാറുണ്ട്, അല്ലേ? KCL എന്നും പറയാറുണ്ട്. അപ്പോൾ KCL പറയുന്നത് നമ്മളൊരു സർക്യൂട്ടിലെ ഒരു നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട്
എന്തായിരിക്കും, എൻ്റർ ചെയ്യുന്ന കറണ്ടിൻ്റെ സം ഈസ് ഈക്വൽ ടു ലീവ് ചെയ്യുന്ന കറണ്ടിൻ്റെ സം ആയിരിക്കും. ഓക്കെ, അതായത് കറണ്ട് എൻ്ററിങ് ടു എ നോഡ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ നോഡ് ആയിരിക്കും. ഓക്കെ, കറണ്ട് എൻ്ററിങ് ടു ദ നോഡ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ നോഡ്. അപ്പോൾ നോഡ് എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് 2 or more branches. ഓക്കെ, 2 or more ബ്രാഞ്ചസിൻ്റെ മീറ്റിംഗ് പോയിൻറ്റിനാണ് നമ്മൾ ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കിർച്ചോഫ്സ് കറണ്ട് ലോ, ഇപ്പം നമ്മൾ നോഡ് ബിയും നോഡ് ഡിയും ഉണ്ട് അല്ലേ. ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് നോഡ് ബിയും കാണാം, നോഡ് ഡിയും കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോഡ് ബി അല്ലെങ്കിൽ ജംഗ്ഷൻ ബിയിൽ നമ്മൾ ഈ KCL അല്ലെങ്കിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ബി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുക, നോഡ് കൺസിഡർ ചെയ്യുക. അപ്പം ബിയിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ് നോക്കാം. ഏതാണ് ബിയിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട്? I1 അല്ലേ. I1 എന്ന് പറയുന്ന കറണ്ട് ബി എന്ന നോഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. IG എന്നുള്ള കറണ്ടും I3 എന്നുള്ള കറണ്ടും എന്താണ്, ആ നോഡിൽ നിന്ന് ലീവിങ് ആണ് അല്ലേ. I3 എന്ന് പറയുന്ന കറണ്ടും IG എന്ന് പറയുന്ന കറണ്ടും എന്താണ്, നോഡിൽ നിന്ന് ലീവിങ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താം, കറണ്ട് എൻ്ററിങ് ടു ദ നോഡ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ നോഡ് അല്ലേ. അപ്പോൾ കറണ്ട് എൻ്ററിങ് ടു ദ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1, കറണ്ട് ലീവിങ് ഫ്രം ദ നോഡ് എന്ന് പറഞ്ഞാൽ I3 ആൻഡ് IG. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, I1 ഈസ് ഈക്വൽ ടു I3 പ്ലസ് IG അല്ലേ. I1 ഈക്വൽ ടു I3 പ്ലസ് IG എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് കണ്ടീഷൻ ആകുന്ന സമയത്ത് കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാലൻസ്ഡ് കണ്ടീഷനിൽ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് IG ഈക്വൽ ടു 0. അപ്പോൾ IG ഈക്വൽ ടു 0 കൊടുത്താൽ എന്താ കിട്ടുക, I1 ഈക്വൽ ടു I3 എന്ന് കിട്ടും അല്ലേ. ആ ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്തായിരിക്കും, I1 ഈക്വൽ ടു I3 എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. നോഡ് ബിയിൽ KCL അപ്ലൈ ചെയ്യാം, കറണ്ട് എൻ്ററിങ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. സോ I1 ഈക്വൽ ടു I3 പ്ലസ് IG എന്ന് കിട്ടും അല്ലേ. I1 ഈക്വൽ ടു I3 പ്ലസ് IG എന്ന് കിട്ടും. ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്തായിരിക്കും, IG ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് മീൻസ് I1 ഈസ് ഈക്വൽ ടു I3. ഓക്കെ, I1 ഈസ് ഈക്വൽ ടു I3. സിമിലർലി ഇതേ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, നോഡ് ഡിയിലും കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. നോഡ് ഡിയിലും കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോഡ് ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് എൻ്ററിങ് ടു ദ നോഡ് ഏതൊക്കെയാണ്, I2 ആൻഡ് IG അല്ലേ. ഈ I2 എന്ന് പറയുന്ന കറണ്ടും IG എന്ന് പറഞ്ഞ കറണ്ട് എന്താണ്, നോഡ് ഡിയിലേക്ക് എൻ്ററിങ് ആണ് അല്ലേ. I2 എന്ന് പറയുന്ന കറണ്ടും IG എന്ന് പറഞ്ഞ കറണ്ടും എന്താണ്, എൻ്ററിങ് കറണ്ടാണ്. ലീവ് ചെയ്യുന്ന കറണ്ട് ഏതാണ്, I4 അല്ലേ. I4 എന്ന് പറയുന്ന കറണ്ട് ലീവിങ് ആണ്. അപ്പോൾ നമ്മൾ അഗെയിൻ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എൻ്ററിങ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. ദാറ്റ് ഈസ് I2 പ്ലസ് IG ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, I4 എന്ന് കിട്ടും. ഓക്കെ, I2 പ്ലസ് IG ഈസ് ഈക്വൽ ടു I4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ബാലൻസ്ഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം IG ഈസ് ഈക്വൽ ടു 0 ആവും അല്ലേ. IG ഈസ് ഈക്വൽ ടു 0 ആവും. ദാറ്റ് മീൻസ് I2 ബിക്കം ഈക്വൽ ടു I4 അല്ലേ. I2 ഈസ് ഈക്വൽ ടു I4 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ ഈ S എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വാരിയബിൾ ആക്കാനുള്ള കാരണം നമുക്ക് ആ S എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വാരി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാലൻസ്ഡ് കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബാലൻസ്ഡ് കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ബാലൻസ്ഡ് കണ്ടീഷനിലാണ് നമ്മൾ ഈ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യണ എന്ത് ചെയ്യണം, നമ്മൾ ആ S എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഗാൽവനോമീറ്ററിൽ കൂടെ ഉള്ള കറണ്ട് എന്ത് ചെയ്യണം, 0 ആക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, S എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിനെ നമ്മൾ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാരിയിങ് റെസിസ്റ്റൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പോയിന്റ് ബിയിലും പോയിന്റ് ഡിയിലും നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, I1 ഈക്വൽ ടു I3 എന്ന് കിട്ടും, I2 ഈക്വൽ ടു I4 എന്ന് കിട്ടും. ഏത് കണ്ടീഷനിൽ, ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷനിൽ. ഓക്കെ, ബാലൻസ് ചെയ്യാൻ മീൻസ് ഗാൽവനോമീറ്റർ ഷോയിങ് നൾ ഡിഫ്ലക്ഷൻ. ഓക്കെ, സോ നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്തിട്ട്, അതായത് നോഡ് ബിയിലും നോഡ് ഡിയിലും കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക്
ബാലൻസ്ഡ് കണ്ടീഷനിൽ I1 ഈസ് ഈക്വൽ ടു I3 എന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ I2 ഈസ് ഈക്വൽ ടു I4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ആണ്. ഓക്കെ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക? ഒരു ക്ലോസ്ഡ് പാത്തിൽ, ഒരു സർക്യൂട്ടിലെ ക്ലോസ്ഡ് പാത്തിലാണ് നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL അപ്ലൈ ചെയ്യുക. ഓക്കെ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യുന്നത് രണ്ട് ലൂപ്പിലാണ്. ഒന്ന് ലൂപ്പ് ABDA. ഓക്കെ, ABDA എന്നുള്ള ലൂപ്പിലും നെക്സ്റ്റ് BCDB. ഓക്കെ, BCDB. ഈ രണ്ട് ലൂപ്പിലാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, KVL എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഓൾവേസ് 0. അല്ലേ, അതാണ് KVL പറയുന്നത്. അപ്പോൾ ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് EMF ഉണ്ടെങ്കിൽ EMF കൺസിഡർ ചെയ്യണം, ദെൻ വോൾട്ടേജ് ഡ്രോപ്പും കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ABDA എന്നുള്ള ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എന്താണ് കിട്ടുക? I1 ഇൻറ്റു P പ്ലസ് IG ഇൻറ്റു RG മൈനസ് I2 ഇൻറ്റു R ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് I1ഉം IG-യും സിമിലർ ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അത് രണ്ടും പോസിറ്റീവ് ആക്കി എടുത്തു. പക്ഷേ I2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അല്ലേ, അവിടെ നമ്മളൊരു I1ഉം IG-യും സെയിം ഡയറക്ഷനിലാണ്, വേറെ I2 ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ I2-നൊരു നെഗറ്റീവ് സൈൻ കൊടുത്തു. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടുക? I1 ഇൻറ്റു P പ്ലസ് IG ഇൻറ്റു RG മൈനസ് I2 ഇൻറ്റു R ഈക്വൽ ടു 0 എന്ന് കിട്ടും. പക്ഷേ ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്താണ്? ബാലൻസ്ഡ് കണ്ടീഷനിൽ IG എന്ന് പറയുന്ന കറണ്ടിൻ്റെ വാല്യൂ 0 ആണ്. അല്ലേ, IG എന്ന് പറയുന്ന കറണ്ടിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ IG ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I1 ഇൻറ്റു P ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു R എന്ന് കിട്ടും. അല്ലേ, I1 ഇൻറ്റു P ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു R. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, സിമിലർലി ഇപ്പം നമ്മൾ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ലൂപ്പ് BCDBയിൽ KVL അപ്ലൈ ചെയ്യുക. ഓക്കെ, ലൂപ്പ് BCDBയിൽ KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നോക്കുകയാണെങ്കിൽ I3 എന്ന് പറയുന്ന കറണ്ട് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ IG-യും I4 എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ KVL ഇക്വേഷൻ എടുക്കുമ്പോൾ എന്താ കിട്ടുക? I3 ഇൻറ്റു Q മൈനസ് I4 ഇൻറ്റു S മൈനസ് IG ഇൻറ്റു RG ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലേ, അപ്പോൾ I3-ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I4ഉം IG-യും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടുക? I3 ഇൻറ്റു Q മൈനസ് I4 ഇൻറ്റു S മൈനസ് IG ഇൻറ്റു RG ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? IG ഈക്വൽ ടു 0. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? I3 ഇൻറ്റു Q ഈസ് ഈക്വൽ ടു I4 ഇൻറ്റു S എന്ന് കിട്ടും. I3 ഇൻറ്റു Q ഈക്വൽ ടു I4 ഇൻറ്റു S എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ നമ്മൾ നേരത്തെ ബാലൻസ്ഡ് കണ്ടീഷനിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് I1 ഈക്വൽ ടു I3 എന്നും I2 ഈക്വൽ ടു I4 എന്നും. അല്ലേ, I1 ഈക്വൽ ടു I3 എന്ന് കിട്ടിയിട്ടുണ്ട്, I2 ഈക്വൽ ടു I4 എന്നും കിട്ടിയിട്ടുണ്ട് KCL അപ്ലൈ ചെയ്തപ്പോൾ. ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? I1 ഇൻറ്റു Q ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു S എന്ന് കിട്ടും. I1 Q ഈക്വൽ ടു I2 S. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയി, ഇക്വേഷൻ നമ്പർ 2 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1P ഈസ് ഈക്വൽ ടു I2 R. അതാണ് ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1Q ഈക്വൽ ടു I2 ഇൻറ്റു S. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. സോ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെയുള്ള I1ഉം I1ഉം ക്യാൻസൽ ആവും, I2 ക്യാൻസൽ ആവും. ഇപ്പോൾ റിമൈനിങ് എന്താണ് ഉണ്ടാവുക? P/Q ഈസ് ഈക്വൽ ടു R/S എന്ന് കിട്ടും. ഓക്കെ, P/Q ഈക്വൽ ടു R/S. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ PS ഈക്വൽ ടു QR എന്ന് കിട്ടും. ഓക്കെ, PS ഈക്വൽ ടു
QR എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അൺനോൺ റെസിസ്റ്റർ ഏതാണ്? R ആണ് അൺനോൺ റെസിസ്റ്റർ അല്ലേ? R ആണ് അൺനോൺ റെസിസ്റ്റർ. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? R ഈസ് ഈക്വൽ ടു PS/Q എന്ന് കിട്ടും. ഓക്കെ, R ഈസ് ഈക്വൽ ടു PS/Q എന്ന് കിട്ടും. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ബാലൻസ്ഡ് കണ്ടീഷനിൽ, ആ ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. R ഈസ് ഈക്വൽ ടു PS/Q. അതായത് ബാലൻസ്ഡ് കണ്ടീഷനിൽ P/Q എന്നുള്ള റേഷ്യോ എന്തായിരിക്കും? R/S എന്നുള്ള റേഷ്യോന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് R എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. R ഈസ് ഈക്വൽ ടു PS/Q. ഓക്കെ, വളരെ സിമ്പിളായ ഡെറിവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഫണ്ടമെൻ്റൽ ലോസ് ആയിട്ടുള്ള കിർച്ചോഫ്സ് കറണ്ട് ലോയും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ രണ്ട് ലോയും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. താങ്ക് യു.